ഹായ് ഡാ മക്കളെ, അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി വിവര കണക്കിന് എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. എല്ലാവരും സെറ്റ് ആണല്ലോ സർ? സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ് ചോദിക്കുക. 25 കുട്ടികൾക്ക് മാത്സ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 25 ആൾക്ക് മാത്സ് കിട്ടിയ മാർക്ക്, ഒരുത്തൻ 20, ഒരുത്തൻ 12, ഒരുത്തൻ 15, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയാണ് ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. എങ്ങനെയാ സാറേ അത് ഉണ്ടാക്കുക? ഫ്രീക്വൻസി ടേബിൾ, ആവൃത്തി പട്ടിക എങ്ങനെ ഉണ്ടാക്കുക സർ? സിമ്പിൾ അല്ലേ? ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമല്ല. സോ ഇവന്മാരൊക്കെ ഞാൻ കുറച്ച് ടീമാക്കി മാറ്റാൻ പോവാ. 0 മുതൽ 10 വരെ ഒരു ടീം, 10 to 20 ടീം, 20 to 30 ഒരു ടീം, അങ്ങനെ കുറച്ച് ടീമാക്കി മാറ്റാൻ പോവാ ഞാൻ. ഓക്കെ, അങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ബാക്കി ചെയ്താൽ മതി. ഇനിയിപ്പോൾ അവന്മാർ ഇത് ഉണ്ടാക്കി തുടങ്ങിയില്ലെങ്കിലും നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവുക ഇങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ എല്ലാവരും ഒന്ന് വിചാരിക്കും ഈ ടേബിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിങ്ങനെ നോക്കിയപ്പോൾ ഏറ്റവും ചെറുത് 9 ആണ്, ഏറ്റവും വലുത് 47 ഓക്കെ, സോ നമ്മൾ കുറച്ച് ടീമാക്കുകന്മാരാ. 0 to 10 ഒരു ടീം, 10 to 20 ടീം, 20 to 30, 30 to 40, 40 to 50 ഒരു ടീം. അതെന്നെ ഓലും ഇവിടെ ചെയ്ത്. ഓലും ഇത് ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്യാനും അല്ലേ? ഓക്കെ, സിമ്പിൾ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് സാറേ? ഇത് ഈ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം സാറേ. ഓക്കെ, പക്ഷേ ഇത് ഫില്ല് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇവിടെ 0 to 10, 0 മുതൽ 10 വരെ എന്ന് പറയുന്നത്, 10 to 20 വരെ എന്നും പറയുന്നത്. അപ്പോൾ സാർ ഈ 10 എന്ന് പറഞ്ഞ കുട്ടിയുടെ മാർക്ക് ഈ ഇതിൽ കൂട്ടണോ സാറേ, അല്ലെങ്കിൽ ഈ ടീം കൂട്ടണോ? ഈ കുട്ടി, ഈ 10 മാർക്ക് കിട്ടിയ കുട്ടി ഈ ടീമിലാണോ ഈ ടീമിലാണോ? നമ്മളെപ്പോഴും വലിയ ടീമിലല്ലേ കളിക്കുക. അപ്പോൾ എന്താവൂല, 0 to 10 എന്നുള്ള ടീമിലായിരിക്കും ഓൾ ഉണ്ടാകുക. ഓളയില്ല ഉണ്ടാകുക അനഘ എന്നാണ് പേര്. ഏതിലുണ്ടാകുക? 10 to 20 എന്നുള്ള ടീമിലായിരിക്കും ഉണ്ടാകുക. എപ്പം വലിയ ടീം കളിക്കാനായിരിക്കും നമുക്ക് ആഗ്രഹം. സോ 10 to 20 എന്നുള്ള ടീമിലായിരിക്കും അവൾ ഉണ്ടാവുക. ഓക്കെ സാർ, അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. പക്ഷേ സാറേ വേറൊരു സാധനം ഉണ്ട്, ടാലി മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടാലി മാർക്ക് അതൊന്നുമില്ലടാ. അതായത് 0 to 10 എന്ന് നമ്മൾ പറയുമെങ്കിലും 10 ഇവിടെയാണ് അല്ലേ? സോ 0 to 9 വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ടാലി മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 to 9 വരെ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊരു പ്രത്യേക രീതിയിൽ എഴുതണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ 0 to 9 എത്ര പേരുണ്ട് നമുക്ക് നോക്കാം. 0ൻ്റെ 9ൻ്റെ ഇടയ്ക്ക്, അതായത് 0 to 9 എത്ര പേരുണ്ട്? ഇതാ 1, വേറെ ആരുമില്ല. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? ഒരു സ്റ്റുഡൻ്റ് ആണുള്ളത് സാറേ. അതിൻ്റെ ടാലി മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലടാ, ഇത് തന്നെ 1. ഓക്കെ, അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി എന്താണ് സാർ? 10 to 20 എത്ര പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 എന്നുണ്ടാവുമോ? ഇല്ല സാർ, ഈ 20 എന്ന് പറഞ്ഞ നമ്പർ ഇനി അടുത്ത ഇവിടെ പോകൂലേ? ഇവിടെ എന്തുണ്ടാവും? 20 to 30 ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? 30 to 40 ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? 40 to 50 ഉണ്ടാവും. ആണല്ലോ? ആണ്, സിമ്പിൾ. അങ്ങനെയെങ്കിൽ നോക്കിയോളി, 10 to 20 എത്ര പേരുണ്ട്? അതായത് 10ൻ്റെയും 19ൻ്റെയും ഇടയിൽ, 10ൻ്റെയും 19ൻ്റെയും ഇടയിൽ 10 to 19, 10 to 19. ഓക്കെ, 1, 2, 10 to 19, 3. അല്ലാ, നേരത്തെ 8 ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 1 അല്ല കേട്ടോ, 2 ആണേ, 2. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര? 2 ഉണ്ട് കേട്ടോ. ഓക്കെ, 2 ഉണ്ട്. സോറി, ഇങ്ങോട്ട് മാറിപ്പോയി. 0ൻ്റെയും 10ൻ്റെയും ഇടയ്ക്ക് 2 ആളുണ്ട്, ഇങ്ങോട്ട് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടി വരുന്നത് 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്ക് ആരെക്കാൾ? 12, 1, 2, പിന്നെ ആരാ? 3, ഇനി ആരാ? 4, 10 എന്ന് പറഞ്ഞ ആളുണ്ട്, 11 എന്ന് പറഞ്ഞ ആളുണ്ട്, 5. എത്ര ആളുണ്ടാ? 5 ആളുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ആളാ? 5 ആള്. അപ്പോൾ ഓലെ ടാലി മാർക്ക് എന്താന്ന് നോക്കിയോളിയടാ. 1, 2, 3, 4, 5 എങ്ങനെ എഴുതാന്നോ? ഇങ്ങനെ ക്രോസ് ചെയ്താൽ മതി. നമ്മൾ ക്വിസിനൊക്കെ കൂടുമ്പോൾ എങ്ങനെയല്ലേ നമ്മളെ മാർക്ക് കൂട്ടൽ? അതന്നെ പരിപാടി കേട്ടോ. ഓക്കെ, ഇനി നോക്കിയോളി, 20 to 30 എത്ര പേരുണ്ട്? 20 to 30 എത്ര പേരുണ്ട്? നോക്കിയാലോ 20ൻ്റെയും 30ൻ്റെയും ഇടയ്ക്ക്, അതായത് 20ൻ്റെയും 29ൻ്റെയും ഇടയ്ക്ക്, 20 to 29 എത്ര പേരുണ്ട് സാർ? 1, അത് കഴിഞ്ഞു. പിന്നെ ആരാ? 2. ഓക്കെ, പിന്നെണ്ടോ? 3, 4 അല്ലേ? 3, 4. പിന്നെ ആരാ ഉള്ളത്? യെസ്, 1 വീണ്ടും അല്ലേ? അപ്പോൾ എത്രയായി? 5 എണ്ണായി. പിന്നെണ്ടോ ആരെങ്കിലും? പിന്നെയും 2 ആൾ വന്ന്. ഓക്കെ, പിന്നെ എത്ര ആളാ? പിന്നെണ്ടോ? ഇല്ല സാർ. അപ്പോൾ എത്ര ആളുണ്ട്? 5, 2, 7 ആളാണ് സാർ ഉള്ളത്. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി 30ൻ്റെയും 40ൻ്റെയും എടുക്കുക. അതായത് 30 to 39 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങളത് നോക്കുമ്പോൾ കൺഫ്യൂഷനിലാണ്ട് എന്ത് ചെയ്താൽ മതിയെന്നോ? ഇപ്പോൾ നമ്മൾ നോക്കി 20 to
29 അല്ലേ? അതായത് 20, 21, 22, 23, 24, 25, 26, 27, 28, 29 അവിടം വരെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ ഇതാ 2 തുടങ്ങുന്നത് നോക്കിയാൽ മതി. 20 ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇതാ 2 തുടങ്ങി 26, ഇതാ 2 തുടങ്ങി 28, 2 തുടങ്ങി 24 ഇങ്ങനെ പോയി. സാർ ഇതാ 2 തുടങ്ങി 29, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ 30 to 39 അതിന് നമ്മൾ എന്ത് നോക്കിയാൽ മതി? 3 തുടങ്ങുന്നുണ്ടോന്ന്. ഓക്കെ, ഇതാ 1, 2, 3, 4, 5, 6, 7 ആളുണ്ട് സാറേ. അപ്പോൾ 7 ആളുണ്ട് സാറേ. എങ്ങനെ എഴുതുക? സിമ്പിൾ അല്ലേ? 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 7 ആളുണ്ട്. സോ അടുത്തത് 40 to 50. ബാക്കി എത്ര ആളല്ലേ? 40 to 50 1, 2, 3, 4 4 പേര്. എത്ര ആളല്ലേ? 4 ആൾക്കാരാണുള്ളത്. സോ 1, 2, 3, 4 സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ടോട്ടൽ എന്താണ്? ടോട്ടൽ ഇപ്പം എന്ത് ചെയ്തു? ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിയാൽ പോരെ? എത്ര കുട്ടികളതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്? എത്ര? 25. അപ്പോൾ ടോട്ടൽ എത്ര? 25 നമുക്കറിയാലോ അല്ലേ? പിന്നെ എന്ത് ചെയ്തു പറയാനാ? ഓക്കെ, സോ ടോട്ടൽ 25 തന്നെ അല്ലേ? 2, 5, 7, 7, 14, 21, 25 കറക്റ്റ് ആണ്. സോ എന്താണ്? യെസ്, ഇത്രയേ ഉള്ളൂടാ ആൻസറായി. ഇത്രയേ ഉള്ളൂ ആൻസറായി. ടോട്ടൽ എത്ര? ഇത്. ഓക്കെ, ഈ ബോക്സ് ഞാൻ വേറെ തന്നെ വരച്ചു. 25. എന്തെങ്കിലും കൺഫ്യൂഷൻ ഏടെങ്കിലും വരാനുണ്ടോ? നിങ്ങൾ നോക്ക്, സിമ്പിളായിട്ടുള്ള കണക്കില്ലേ? ഓക്കെ സാർ, അപ്പോൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് രണ്ടാമതായിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കും, അല്ലെങ്കിൽ ആവൃത്തി ചതുരം വരയ്ക്കും. ഈ ചോദ്യത്തിൽ അതില്ല, പക്ഷേ ആ സാധനം കൂടി ഈ ചോദ്യത്തിൽ ഉണ്ട് എന്ന് ഉൾക്കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ആൻസറായിട്ട് ചെയ്യാൻ പോവുക. എങ്ങനെ ഒരു ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ആവൃത്തി ചതുരം വരയ്ക്കും. ഇതെന്താ? ആവൃത്തി പട്ടികയാണ്. നിങ്ങളോട് ഒന്നാമത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത് ഈ സാധനമാണ്. രണ്ടാമത് ചോദിക്കാൻ പോകുന്ന ഒരു ചതുരം വരയ്ക്കാനാണ്. എന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് പോലുള്ള ഒരു സാധനം ഹിസ്റ്റോഗ്രാം എന്ന് പറയും. അതെങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ആവൃത്തി പട്ടിക തയ്യാറാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ നിങ്ങളോട് എന്ത് ചോദിക്കും? ഫോർ എക്സാമ്പിൾ നോക്കി, എവിടെ ഇല്ല. ഓക്കെ, ആവൃത്തി ചതുരം വരയ്ക്കുക എന്ന് പറയൂ. ഇങ്ങനെ ഒരു പട്ടിക തന്നിട്ട് പറയൂ ആവൃത്തി ചതുരം വരയ്ക്കുക എന്ന്. എവിടെ? ആ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഉള്ളിലായി പോയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റ് ആക്കാഞ്ഞ്. സോ ഇങ്ങനെയാണ് ചോദിക്കുക, ആവൃത്തി ചതുരം ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറയും. അങ്ങനെ ഒരു പട്ടിക തന്നിട്ട്, അതായത് ആ പട്ടിക ഇതന്നാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു പട്ടിക തന്നിട്ട് സാർ ഞങ്ങളോട് പറയും എന്ത്? ആവൃത്തി പട്ടിക വരയ്ക്കാൻ, ആവൃത്തി ചതുരം അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ. അപ്പോൾ മക്കൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ടീമില്ലേ, ഈ ടീമിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് വരയ്ക്കല്ലേ? ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ? ആദ്യം ചെയ്യേണ്ടത് യെസ്, പെൻസിൽ എടുക്കണം. പിന്നെന്താ? പിന്നെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയും വരയ്ക്കുക, അതുപോലെ തന്നെ എന്തും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തേണ്ട നമ്പേഴ്സ് ഏതൊക്കെ ആണെന്നോ? ഇവിടെ ഉള്ള ഈ നമ്പേഴ്സാണ്. 0 മുതൽ 10 വരെ, 10 to 20, 20 to 30, അങ്ങനെ 50 വരെയാണ് അടയാളപ്പെടുത്തേണ്ടത്. സോ ഈ പോയിന്റ് ആയിരിക്കും എന്ത്? എപ്പോഴും 0. അങ്ങനെയെങ്കിൽ അടുത്ത അടയാളപ്പെടുത്തിക്കോളി. 10, 20, 30, 40, 50. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, നോക്ക്. 0, 10, 20, 30, 40, 50 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്നും 2 പ്രാവശ്യം ഒന്നും എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. 0, 10, 20, 30, 40, 50. ഓക്കെ, എഴുതി. സാർ ഇവിടെ ഞങ്ങൾ എന്താ എഴുതുക? അത് ഭയങ്കര സിമ്പിളാടാ. അവിടെ നിങ്ങൾ എഴുതേണ്ടി ഈ കുട്ടികളുടെ എണ്ണം നോക്കി. 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട്, 4 ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഒരു ഐഡിയ പറയാം. ഒരു 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പറും ആയിട്ട് എഴുതാം. ഒന്നുമില്ല, നിങ്ങൾക്ക് വേണേ 2, 4, 6, 8, 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 9, 10 ഒക്കെ എഴുതാം. ഇത് എന്തിനാ അങ്ങനെ എഴുതുന്നതെന്നുള്ള ഇപ്പം മനസ്സിലാവും കേട്ടോ. സോ ഈ കാണുന്ന നമ്പർ 0, 10, 20, 30, 40, 50 ഇതൊക്കെ ഞാൻ എവിടെ എഴുതി? ഇവിടെ എഴുതി. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്നോ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 10 ഞാൻ ഇങ്ങനെ വരച്ച്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? സാർ ഇനിയാണ് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം. ഇത് കഴിഞ്ഞിട്ടോ, ഇത് കഴിഞ്ഞു. വെറുതെ എങ്ങനെ ഒരു ഏരോ ഒക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സാർ ഇതെങ്ങനെ ഞങ്ങൾ വരച്ചേ? ഞങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച്, പട്ടിക ഉപയോഗിച്ച്. ഇനി നമ്മൾ നോക്കണ്ടേ, 0 മുതൽ 10 വരെ 2 പേരുണ്ട്. അതെങ്ങനെയാ സാറേ വരയ്ക്കുക? 0 മുതൽ 10 വരെ എത്ര പേരുണ്ട് സാറേ?
2 പേരുണ്ട്. 0 മുതൽ 10 വരെ ഒരാളാണെങ്കിൽ നമ്മളിതാ എന്ത് വരയ്ക്കാനും നോക്കി 0 മുതൽ 10 വരെ ഒരാളെ 0 to 10 ഇവൻ്റെ ടീമിൽ എത്ര ആളുണ്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയി നോക്കുക കേട്ടോ. 0 to 10 ഇവൻ്റെ ടീമിൽ എത്ര ആളുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയി നോക്കുക. നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയി നോക്കുമ്പോൾ നമ്മൾ എന്താണ് താഴത്തുള്ള ഏരിയ ഇങ്ങനെ കവറാവും. നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോയി ആ 2 ആളല്ലേ ഉള്ളേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇങ്ങനെ ആക്കും. അതായത് എവിടുന്നായി നമ്മൾ പോയത് ഇവിടുന്നായി നമ്മൾ പോയി നമ്മളിങ്ങനെ പോയി ആ ഇത് റെഡി ആണല്ലോ, എന്നാൽ അങ്ങോട്ട് പൂട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം വരയ്ക്കുക. ഇനി അടുത്ത പരിപാടി നോക്കടാ. 10 to 20 എത്ര പേരുണ്ട്? 5 പേരുണ്ട്. അപ്പോൾ അതല്ലേ 10 to 20. അപ്പോൾ 10 to 20 നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ പോയി നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതാണ് 10 to 20 അല്ലേ. നമ്മൾ ഇങ്ങനെ പോയി നോക്കി ഹൊയ് എത്ര ആളായുള്ളേ? 5 ആളല്ലേ ഉള്ളേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി നോക്കി. എടാ ശശു അല്ല പോയോ? ഓക്കെ, എന്താ കച്ചറ കളിക്കല്ല. ഓക്കെ, 10 to 20 എത്ര ആളുണ്ട്? നമ്മളിങ്ങനെ പോയി നോക്കി. ശശി എത്തിയോ? ഇല്ല, 4 ആളായിട്ടേ ഉള്ളൂ. എത്ര ആളുണ്ട് എന്നതിന് പറഞ്ഞേ? 5 ആളുണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ, നമ്മൾ വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി ശശി എത്തിയോ? യെസ്, 5 ആളെ എത്തിയടാ. യെസ് എത്തി. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിക്കാം. ഓക്കെ, സിമ്പിള് കഴിഞ്ഞ്. ഓക്കെ, യെസ്. അടുത്തതോ 20 to 30 എത്ര ആളാ? 7 ആള്. അപ്പോൾ 20 to 30 ഇങ്ങനെ പോയിട്ട് എവിടം വരെ പോകണം? 7 വരെ പോകണം അല്ലേ സാർ? ഇങ്ങനെ പോവും. അതുപോലെ ഇവനും ഇങ്ങനെ പോവും. 7 മേലെത്തി ക്ലോസ് ആയി. ഓക്കെ സാറേ, 30 to 40 അതും 7 ആള്. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും അങ്ങനെ തന്നെ. ഓക്കെ, ഇവർ 7 ആള്. ഇനി അടുത്തതോ 40 to 50 4 ആളാ. അപ്പോൾ 40 50 ഇങ്ങനെ പോകും. ഹോയ് എത്തിയോ? ഇല്ല, 2 എത്തിയിട്ടുള്ളൂ. ഹോയ് എത്തിയോ? ഇല്ല, 3 ആയിട്ടുള്ളൂ. ഹോയ് എത്തിയോ? യെസ് സാർ, 4 ആയി. അപ്പോൾ ഇവിടെ വരെയാണ് ഇവർ 2 ആളും ഇങ്ങനെ പോവുക. ഓക്കെ, ഇതാണ് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ആവർത്തി പട്ടിക എന്നുള്ളത്. നമുക്ക് തരുന്ന ഒരു ഡാറ്റയെ, പട്ടികയിലുള്ള ഒരു ഡാറ്റയെ ഒന്നുമില്ല ഒരു ചതുരമാക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന സംഭവങ്ങൾ. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഇങ്ങനെ തരുന്ന നമ്പേഴ്സിനെ അതേ രീതിയിൽ 0, 10, 20, 30, 40, 50 ആ ഒരു രീതിയിൽ നിങ്ങൾ ഇവിടെ എഴുതണം. അതുപോലെ ഇവിടെ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഉണ്ടാകുക. 2 കുട്ടികൾ അല്ലെങ്കിൽ 6 കുട്ടികൾ, 8 കുട്ടികൾ, അങ്ങനത്തെ ഒരു രീതിയിലാണ് തരിക. സോ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് വരുമ്പോൾ 1 മുതൽ ഒരു 10 വരെ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, 10 വരെ ആയിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് ഇവിടെ എത്രക്കാണോ വേണ്ടിയൊക്കെ കൊടുക്കുക. 2 ആണെങ്കിൽ ഇവിടം വരെ പോവുക, 5 ആണെങ്കിൽ ഇവിടം വരെ പോവുക, 7 ആണെങ്കിൽ ഇവിടം വരെ പോവുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നും സാറേ അങ്ങനെ തന്നെ പോകണോ? ഞങ്ങൾക്ക് 2, 4, 6, 8, 10 ഇത് മാത്രം എഴുതിയാൽ പോരെ? മതിയടാ. ഇങ്ങനെ 1, 3 ഇതൊന്നും വേണമെന്നില്ല. ഇത് മാത്രം എഴുതിയാൽ മതി. 2, 4, 6, 8, 10 ഇത് മാത്രമേ നിങ്ങൾ എഴുതിയുള്ളൂ എന്ന് വിചാരിക്കുക. സോ നോക്ക്, 0-ൻ്റെയും 20-ൻ്റെയും 30-ൻ്റെയും ഇടയ്ക്ക്, സോറി 10-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്ക് 5 ആളാ സാറേ. പക്ഷേ 2, 4, 6 എന്നാ സാറേ അടയാളപ്പെടുത്തി. എന്താ ചെയ്യുക? ഞങ്ങൾക്ക് 4-ൻ്റെ 6-ൻ്റെ ഇടയിലുള്ള 5 വേണ്ടി. ഒന്നും ചെയ്യാലടാ. 10, 20 എത്ര ആളാ? 5 ആള്. അപ്പം ഇങ്ങനെ പോയിട്ട് സാർ 4 കഴിഞ്ഞിട്ട് 6 ആള്. കുഴപ്പമില്ല, നടുവിൽ നിർത്തിയാൽ മതി. നടുവിൽ നിർത്തി. അത്രയേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, സോ സെറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. ആൻഡ് ഒരു എക്സ്ട്രാ സാധനം കൂടി ഞാൻ പറയാം. ഇതിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 20-നേക്കാൾ താഴെ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. 20-നേക്കാൾ കുറവ് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ മക്കൾസ് എന്താ ചെയ്യുക? ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ ഞാൻ ചോദിക്കുകയാണ്, 20-നേക്കാൾ കുറവുള്ള എത്ര പേരുണ്ട്? 20-നേക്കാൾ കുറവ് അല്ലെങ്കിൽ കുറവ്, ബിലോ 20 ഇവിടെ എത്ര പേരുണ്ട്? എത്ര പേർക്ക് മാർക്ക് ബിലോ 20 കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ ഈ പട്ടിക നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ പറയാ? ഇത് നോക്കിയിട്ടല്ല, ഈ പട്ടിക നോക്കിയിട്ട് പറ. 20-നേക്കാട്ടി താഴെയുള്ള എത്ര ആളുണ്ട്? നോക്കി, ഇത് 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ 0 to 9. ഇതോ 10 to 19. ഇത് 20 to 30 അല്ലേ? ഇത് 20 to 30 ആണ്. 20 ഈ ടീമിലാണ് വരിക അല്ലേ? നമുക്ക് 20-നേക്കാട്ടി താഴെയുള്ളവരല്ലേ വേണ്ടി. അപ്പോൾ ഈ 2 ടീമും നമുക്ക് വേണ്ടി. ഈ 2 ടീമിലൂടെ എത്ര ആളുണ്ട് എന്ന് അറിയേണ്ടി. എത്ര ആളാ? 2ഉം 5ഉം. സാറേ 7 ആണ് ഞങ്ങളുടെ ആൻസർ. എത്ര? 7 ആണ് ഞങ്ങളുടെ ആൻസർ. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ബിലോ 40 ഇതിൽ ബിലോ 40 കിട്ടിയ എത്ര പേരുണ്ട്? ബിലോ 40 മാർക്സ് അല്ലെങ്കിൽ 40 മാർക്കിൻ്റെ താഴെ കിട്ടിയ എത്ര പേരുണ്ട്? ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്റർ ഒക്കെ നിങ്ങൾക്ക് തൂഫാനാണ്. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ആൻസർ കമൻറ്റ് ചെയ്യുക. സോ ബൈ, കാണാം.